ഞങ്ങൾ ഞങ്ങളുടെ ഫസ്റ്റ് ചാലഞ്ചിന് കണ്ടുപിടിച്ച സ്ഥലം ഇതാണ്, ടെസ്കോ. ഇവിടുത്തെ ഏറ്റവും വലിയ സ്റ്റോറും ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ ഉണ്ട്. ഇന്ന് ഞങ്ങൾ ചെയ്യുന്നത് ദ ഷോപ്പിംഗ് ചലഞ്ച്. ഈ ചലഞ്ചിന്റെ റൂൾസ് ഇത്രമാത്രം. 2 ലോട്ടുകളിലായി എലീസയുടെ മീത്തിന്റെ നെയിം ഉണ്ട്. ഈ ചലഞ്ചിൽ നമ്മൾ ഏത് ലോട്ടാണോ പിക്ക് ചെയ്യുന്നത് ആ ലോട്ടിന്റെ പേരിന്റെ അക്ഷരങ്ങൾക്കനുസരിച്ച് വേണം ഈ ഷോപ്പിൽ നിന്ന് സാധനങ്ങൾ മേടിക്കാൻ. പക്ഷേ ഇതിലെ ട്വിസ്റ്റ് എന്താന്ന് വെച്ചാൽ ഓരോ ആൾക്കും 15 മിനിറ്റ് മാത്രമാണ് സമയം. അത് മാത്രമല്ല, ഈ ഷോപ്പിംഗ് ചലഞ്ചിൽ ഏറ്റവും വില കുറഞ്ഞ് പർച്ചേസ് ചെയ്യുന്ന ആളാണ് വിന്നർ. അപ്പോൾ ഗൈസ്, നമ്മൾ ലൊക്കേഷനിൽ എത്തിയിരിക്കുകയാണ്, ടെസ്കോ എക്സ്ട്രയിലെത്തി. അപ്പോൾ ഇനി നമ്മളിനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ് ലോട്ട് എടുക്കുകയാണ്. ലോട്ട് എടുക്കുക അല്ല, അതിന് മുന്നേ നമ്മൾ ആരാണ് പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ റോക്ക് പേപ്പർ സിസേഴ്സ് ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ആരാ പോകുന്നത് നമുക്ക് ലൈവായിട്ട് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഒരു വട്ടേ ഉള്ളൂ ട്രൈ കേട്ടോ, ഒരൊറ്റ വട്ടം. ഓക്കെ, റോക്ക് പേപ്പർ സിസേഴ്സ്, റോക്ക് പേപ്പർ സിസേഴ്സ്. ഞാൻ തീരുമാനിക്കും. ഓക്കെ ഓക്കെ, ഇവിടെ അതിന് പോട്ടെ. അയ്യോ, അത് നമ്മൾ പറഞ്ഞില്ലായിരുന്നല്ലോ. ഓക്കെ, അപ്പൊ ഗൈസ് ഇതാണ്ട് 2 ലോട്ടാണ് കയ്യിലുള്ളത്. ഒരെണ്ണം ചൂസ് ചെയ്യണം. ഞാൻ എടുക്കുവാണേ. ഓക്കെ, ഇത് എന്റെ കയ്യിലുണ്ട്, ഇപ്പുറത്തെ കയ്യിലുണ്ട്. ഇത് ഓക്കെ, ഏസബിയുടെ കയ്യിൽ ഞാൻ സേഫ് ആയിട്ട് തരട്ടെ. ഏസബി പക്ഷെ ഡാഡിയുടെ കയ്യിൽ കൊടുക്കാൻ പാടില്ല. പ്രോമിസ്? മാമി വരുന്നേരം വരെ ഡാഡിയുടെ കയ്യിൽ കൊടുക്കാൻ പാടില്ല. പ്രോമിസ് ചെയ്. ഡാഡി ചോദിച്ചാലും കൊടുക്കരുത്. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ. അതുകൊണ്ട് ഒരാള് മേടിക്കാൻ പോവാണ്. അപ്പൊ എനിക്കുള്ളിട്ട് കണ്ട് ഇവളുടെ ഇരിക്കുകയാണെന്ന് തോന്നുന്നു. ലീസ തരുമോ? മമ്മിയുടെ മൂഡ് തന്നെ. ഗൈസ്, എനിക്ക് കിട്ടിയിരിക്കുന്നത് ആരാന്ന് നോക്കാം. എലീസി ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇസഡ് ഉണ്ടായിരിക്കും. എന്റെ കൈയൊക്കെ ഈത്തനാണ്. ഞാൻ രക്ഷപ്പെട്ടു ഈ ഈത്തൻ. അപ്പോൾ ഗൈസ്, നമ്മുടെ കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ പോയി ട്രോളി എടുക്കുമ്പോഴാണ് നമ്മുടെ 15 മിനിറ്റിൻ്റെ ടൈമർ സ്റ്റാർട്ട് ആവണേ. ആ ട്രോളിക്ക് സാധനം ഇടുക, അതിൻ്റെ കൂടെ നമ്മൾ വീഡിയോ റെക്കോർഡിങ് എല്ലാം കൂടെ ആകുമ്പോൾ നമ്മുടെ ഒറ്റ കയ്യിൽ ഒതുങ്ങത്തില്ല. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തത്. ട്രോളി എടുത്തിട്ട് തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാമെന്ന്. ഇതെല്ലാം നമുക്ക് നോക്കാം. അവൾ എന്തായാലും അവളുടെ ടൈമർ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 1 മിനിറ്റായി. അപ്പോൾ അവൾ എന്തൊക്കെയാണ് ഏത് പേരിൻ്റെ അക്ഷരങ്ങൾ വെച്ചിട്ട് എന്തൊക്കെയാണ് മേടിച്ചുകൊണ്ട് വരുന്നത് നമുക്ക് നോക്കാം. ഗൈസ്, ഉള്ളിൽ വന്നു. എന്താ മേടിക്കണ്ട? ETHAN, പെട്ടെന്ന് തന്നെ മേടിക്കണം. ഈ വെച്ചിട്ട് നമുക്ക് എഗ്ഗുണ്ട്, ടി വെച്ചിട്ട് TH വെച്ചിട്ട് ഞാൻ നോക്കട്ടെ. HAN, ETHAN. ഓക്കെ, ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് മേടിക്കാം. ഓക്കെ, വിലയും കുറവായിരിക്കണം. എന്താ ആവശ്യമുള്ള സമയത്തൊന്നും കിട്ടാത്ത ഫുഡ് തന്നെ നമുക്ക് നോക്കാം ഗൈസ്. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഫുഡാണല്ലോ, ഫുഡിലൊക്കെ നോക്കാം. മെഡിസിൻ ആൻഡ് വൈറ്റമിൻസ്, നാപ്പീസ് 2, യോഗച്ചിനകത്ത് എന്തെങ്കിലും വരുമോ? ജ്യൂസിനകത്ത് എന്തെങ്കിലും പേരുണ്ടോ നോക്കട്ടെ. ഓക്കെ, വെച്ച് എനിക്ക് ആപ്പിൾ ജ്യൂസ് ഉണ്ട്. ആപ്പിൾ ജ്യൂസ് ചെറുത് മേടിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ വില കൂടി പോകും. ആപ്പിൾ ജ്യൂസ്. ഓക്കെ, ഇനി ഉണ്ട്, T ഉണ്ട്, H ഉണ്ട്, N ഉണ്ട്. ഞാൻ എന്തെങ്കിലും ഡ്രിങ്ക് ഉണ്ടോന്ന് തന്നെ നോക്കുവാണ്. ആക്ച്വലി എനിക്ക് പെട്ടെന്ന് കിട്ടാനായിട്ട്. ഈത്തനാണെങ്കിൽ അല്ലെങ്കിൽ എലീസ ആണെങ്കിൽ ഞാൻ എന്താ മേടിക്കണ്ടേ അല്ലേ? ഇത് ചിന്തിച്ച് നോക്കണം. ഇത് ഭയങ്കര പാടാണല്ലോ. ചൈനീസ് റണ്ണിങ്, റെഡി മീൽസ് ആൻഡ് പിസ്സ. എനിക്കിഷ്ടമുള്ള സാധനത്തിലോട്ടാണ് ഞാൻ പോകുന്നത്. വേൾഡ് ഫുഡ്സിൽ പോയി നമുക്ക് എന്തെങ്കിലും സ്നാക്സ് കിട്ടുമോ നോക്കാം. ഓക്കെ, ഇവിടെ എന്തൊക്കെയൊക്കെ ഓപ്ഷൻസ് ഉണ്ട്. ഇവിടെ ആരുമില്ല, എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റും. ഓക്കെ. H ഹോട്ട് ചില്ലി ക്രിങ്കിൾസ്. ഐ ഡോണ്ട് നോ, എനിക്കറിയത്തില്ല എത്രയാണ്. 90p ഉള്ളൂ, എനിക്ക് കുഴപ്പമില്ല. ഓക്കെ, HIAI. ഇനി ഇയും എന്നും ETN. ഇനി 3 സാധനം കൂടെ മതി. 320. ഗുഡ് ന്യൂട്ടല്ല. ഓക്കെ, അപ്പം ഗൈസ് ഏകദേശം 8 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പം നമുക്കിനി ആകെ 6 മിനിറ്റ് കൂടെ ഉണ്ട്. ഇപ്പം 6 മിനിറ്റിനകത്ത് അവിടെ സാധനം മേടിച്ച് വരണം. നമുക്ക് നോക്കാം അവളെ കൊണ്ട് പറ്റുമല്ലോ. പറ്റുമടി മമ്മി കൊണ്ട്? നീ ആരുടെ ടീമിലാണ്? ഡാഡാവോ മമ്മ? അല്ലേ? ആ പേപ്പർ മമ്മ അവിടുത്തെ പേപ്പർ എപ്പോഴും വായി പിടിച്ചിട്ടുണ്ട്. എനിക്ക് തരുമോ?
ഞാൻ സ്നാക്സ് എൻ്റെ അവിടെ തന്നെ വന്നിട്ടുണ്ട് കൈ ടോഫി 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 ടോഫി. ഇനി ഒരു ഈയും കൂടെ വെച്ച് മാത്രം മതി ഗൈസ്. എനിക്ക് ഈ വെച്ചൊന്നും കിട്ടുന്നില്ല. ആക്ച്വലി എഗ്ഗ് എടുത്താൽ മതിയായിരുന്നു. ഞാൻ എഗ്ഗ് എടുക്കണം എന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ എഗ്ഗ് എടുക്കാതിരുന്നേ ഗൈസ്. എനിക്ക് ഈ വെച്ച് വേറെ ഒന്നും കിട്ടുന്നില്ല. സോ അതുകൊണ്ട് ഞാൻ എഗ്ഗ് തന്നെ എടുക്കാൻ പോകുന്നുണ്ട്. ചെറിയ സൈസ് ഒരു എഗ്ഗ് എടുക്കാം കേട്ടോ. എനിക്ക് വേറെ ഒന്നും കിട്ടുന്നില്ല. 6 പാക്ക് ഫ്രീ റേഞ്ച് എഗ്ഗ് 1.65. ഇത് ഇച്ചിരി നഷ്ടക്കച്ചവടമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ 2 മിനിറ്റും കൂടെ, ഏകദേശം 2 മിനിറ്റ് കൂടെ ബാക്കിയുണ്ട്. നമുക്ക് നോക്കാം അവിടെ ഇപ്പം വരുമോ ഇല്ലയോ എന്ന്. അല്ലെങ്കിൽ ഇന്ന് ഞാൻ ജയിക്കൂടി. ടീം മമ്മയാണ്. Because he's my partner and Ethan is your partner. Payment successful. Thanks for shopping at Tesco. നമ്മുടെ സാധനം മേടിച്ചു. അപ്പൊ ഗൈസ് ആണ്ടേ ഒരാൾ വരുന്നു സാധനം മേടിച്ചോണ്ട്. എന്താണ് മേടിച്ചോണ്ട് വരണെന്നത്? എന്റെ തിങ്സ് നോക്കരുത്. ഏതാ ഇച്ചാൻ ഏതാ കിട്ടിയത്? നേസവിടലല്ലേ ഉള്ളത്. ട്രോളി ഉണ്ട്. വൺസ് ഞാൻ ആ ഗേറ്റ് എൻ്റർ ആകുമ്പോഴേ ടൈം ഇതാവുള്ളൂ കേട്ടോ. കാരണം നല്ല തിരക്കുണ്ട്. ഞാൻ എന്താ കിട്ടുന്നത് കാണിച്ചാ ഇനി. പണി പാളി ഗൈസ്. ഞാൻ വിചാരിച്ചു ഈത്തനായിരിക്കും എനിക്ക് കിട്ടണേ. എനിക്ക് കിട്ടിയ എലീസ ആയിപ്പോയി. എനിക്ക് എലീസയാണ് കിട്ടിയേക്കണേ. അപ്പൊ എലീസ വെച്ചിട്ട് എന്ത് മേടിക്കുന്നൊരു പിടുത്തമില്ല ഗൈസ്. ഡാഡ അവിടെ എൻട്രി ചെയ്യാൻ പോവാട്ടോ. നമുക്ക് ടൈമർ ഓൺ ആക്കാം കേട്ടോ. ഡാഡ അവിടെ കയറി നമുക്ക് ടൈമർ ഓൺ ആക്കണം. ഓക്കെ എസ്ബി? ഓക്കെ ഗൈസ് 15 മിനിറ്റ്സ് ടൈമർ ചാലുവാക്കിയിട്ടുണ്ട്. എന്തോ മേടിച്ചോണ്ട് വരുന്നത് നമുക്ക് നോക്കാം. എലീസ ഒരു അക്ഷരം കിട്ടി ഗൈസ്. നാരങ്ങ, ലെമൺസ്. നമ്മൾ ലെമൺ മേടിച്ചിരിക്കണം. നമുക്ക് അറിയത്തില്ല എന്താ നടക്കാൻ പോകുന്നുള്ള കാര്യം. ഞാൻ മേടിച്ച സാധനങ്ങൾ നിങ്ങൾ കണ്ടതല്ലേ. എനിക്ക് തോന്നുന്നു ഇച്ചാനും മിക്കവാറും ഈ ഫോർ എഗ്ഗ് തന്നെയായിരിക്കും എടുക്കാൻ പോകുന്നത്. എനിക്ക് പെട്ടെന്ന് തന്നെ കിട്ടി. എനിക്ക് ഓക്കെ ഫൈൻ, ഞാൻ കണ്ട പാടെ കിട്ടി. പക്ഷെ എൻ്റെ മനസ്സിൽ എനിക്ക് എന്തെല്ലാം നല്ല നല്ല സാധനങ്ങൾ എടുക്കണമെന്ന് ഒരു സാധനം പോലും നല്ലതില്ലല്ലോ. ഇനി അടുത്ത ഞങ്ങളുടെ പേരായിരിക്കും ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം കേട്ടോ. അടുത്ത ചലഞ്ചിൽ ഞങ്ങളുടെ പേര് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം എന്തെങ്കിലും വരുമോ നോക്കട്ടെ. ബട്ട് സ്റ്റിൽ K4 എന്താ വരുന്നത്, D4 എന്തോ എനിക്കറിയത്തില്ല. നമുക്ക് നോക്കാം. ബൈ ദ വേ ഇറ്റ് വാസ് ഫൺ. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാൻ ആദ്യമായിട്ടാണ് പബ്ലിക്കിൽ പോയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. ഐ ലൈക്ഡ് ഇറ്റ്. ഗൈസ് നമുക്ക് ഈ കിട്ടിയില്ല, എൽ കിട്ടി, ലെമൺ, ഐ കിട്ടി, ഐസ്ക്രീം, ഇസഡ് കിട്ടിയില്ല. ഓൾമോസ്റ്റ് 5 മിനിറ്റ്സ് കഴിഞ്ഞു. ഇനിയുണ്ട് ജന ടൈം. ഞാൻ ആക്ച്വലി ഈറ്റബിൾസ് മാത്രമാണ് മേടിച്ചിട്ടുള്ളത്. ഇച്ചായൻ ഇനി എങ്ങനെ ട്വിസ്റ്റ് കൊണ്ടുവരുമെന്ന് എനിക്കറിയത്തില്ല. അപ്പം നമുക്ക് എഗ്സ് കിട്ടി ഗൈസ്. എഗ്സ്, ആപ്പിൾസ്, ലെമൺസ് ആൻഡ് ഐസ്ക്രീം. ആകെ കിട്ടാത്തൊരേ ഒരു അക്ഷരം, എലീസയുടെ ഏറ്റവും പാടുള്ള അക്ഷരം എന്ന് വെച്ചാൽ ഇസഡാണ്. ഞാൻ അത് വിചാരിച്ചും ചെയ്തു. ഇസഡ് എവിടെ കിട്ടും ഗൈസ്? ഇസഡ് എനിക്ക് തോന്നുന്നു ഇസഡ് ചിലപ്പം സ്നാക്സിൽ ക്രിസ്പി കിട്ടുമായിരിക്കും. ഏറ്റവും പാട് കിട്ടാൻ ഇസഡാണ്. നമ്മൾ എത്ര നോക്കിയിട്ട് ഇസഡ് കിട്ടുന്നില്ല. ഇസഡ് വെച്ച് എന്ത് സാധനമാണ് ഗ്രോസറി സ്റ്റോറിൽ പറഞ്ഞത്? എൻ്റെ അമ്മു. ഓൾമോസ്റ്റ് ടൈം കഴിയാറായി. 3 minutes 11 seconds. പുറത്ത് വരേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ ഇസഡ് വെച്ച് കിട്ടി ഗൈസ്. ഓക്കെ പണ്ടാരം അവിടെ ടൈമർ ചെയ്യുന്നതിന് മുന്നേ എത്തണം. ഞാനൊരു 2 സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നത് ഇച്ചാനൊരു 5 സ്റ്റെപ്പോ 10 സ്റ്റെപ്പോ എടുത്ത് വെക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല. ഇച്ചാനും മേ ബി പെട്ടെന്ന് ഇച്ചിരി കൂടെ സ്പീഡ് കാണുമായിരിക്കും. പക്ഷേ നോട്ടം എങ്ങനെയാണെന്ന് അറിയത്തില്ല. അതേ കൂട്ട് എൻ്റെ ഹൈറ്റ് കുറവായതുകൊണ്ട് എൻ്റെ നോട്ടം എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ആയിരിക്കും. ഇച്ചാൻ്റെ മേലെയുള്ള സാധനങ്ങൾ ഇവരെ കാണാൻ പറ്റും. ഞാൻ ജയിക്കും എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻഡി പോവാതെ
partner. യെസ്, എലീസ ഇസ് മൈ പാർട്ട്ണർ. സോ എൻ്റെ വരെ നിങ്ങൾ പോവാതെ നിങ്ങൾ നോക്കുക ആരാ ജയിക്കുന്നത്, നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും. ലൈക്ക് നിങ്ങൾക്ക് തോന്നുന്നത് ഞാനാണ് ജയിക്കുന്നത് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും 2 ഹാർട്ട് കമന്റ് ചെയ്യാം. ഇപ്പൊ എത്തേണ്ട സമയം ലൈക്ക് 1.5 മിനിറ്റ് പോലും ഇനി ആശാനില്ല. സംഗതി നമ്മൾ ഒപ്പിച്ചു. 1 മിനിറ്റിന് മുന്നേ നമ്മൾ എത്തി. 1 മിനിറ്റ് കൂടെ ബാക്കിയുണ്ട്. ഭയങ്കരമായിട്ട് ടൈം കീപ്പ് ചെയ്തായിരുന്നു വെച്ചാൽ. ഇനി 33 സെക്കൻഡ്സ് ഉണ്ട്, ബട്ട് ഇറ്റ്സ് സ്റ്റിൽ ഫൈൻ. ടൈമിന്റെ കാര്യത്തിൽ ഹി ഹാസ് ബീൻ ഗുഡ്. നോക്കുക, ഇച്ചാൻ കവർ എടുത്തിട്ടില്ല എനിക്ക് തോന്നുന്നു. ഇച്ചാൻ എടുത്തത് പേടിച്ച സാധനങ്ങൾ എനിക്ക് ഇപ്പോഴും കാണാൻ പറ്റുമെന്ന് തോന്നുന്നു കേട്ടോ. എഗ് എടുത്തിട്ടുണ്ടെന്നാ തോന്നുന്നേ. ഞാൻ തിങ്സിലോട്ടാ നോക്കുന്നേ. കഴിച്ച് ഞങ്ങള് സാധനങ്ങളൊക്കെ എടുത്തിച്ച് ഞങ്ങളിപ്പോ പോവാണ്. എത്ര പൗണ്ടായി, എന്തൊക്കെ മേടിച്ചു എന്നുള്ളതൊന്നും റിവീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഒരു സാധനം സെയിം ആണെന്ന് ഞാൻ കണ്ടു, ഇച്ചാനും കണ്ടു. നിങ്ങൾക്ക് മനസ്സിലാക്കി കാണും. ഞാനാണ് വിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 2 ഹാർട്ടും, ഇച്ചാനാണ് വിൻ ചെയ്തെന്ന് നിങ്ങൾക്ക് തോന്നുവാണെന്നുണ്ടെങ്കിൽ ഒരൊറ്റ ഹാർട്ട് ഇട്ടാൽ മതി. ഓക്കെ, ഒരൊറ്റ ഹാർട്ട് ഇടുക കമന്റ്സില്. അപ്പൊ നമുക്ക് നോക്കാം. അപ്പം ഗൈസ് നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞു. 2 പേരും അതത് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട്. റിവീൽ ചെയ്യാൻ പോവാണ് ഓരോ അക്ഷരങ്ങൾക്കനുസരിച്ചിട്ട്. അപ്പം അതിനുശേഷം ആരാണ് വിന്നർ ഡിസൈഡ് ചെയ്യുക. ഓക്കെ, അപ്പം എന്നിട്ട് ഓരോ സാധനങ്ങൾ റിവീൽ ചെയ്യാനായിട്ട് അവിടെ നിന്ന് മേടിച്ച് ബില്ലും കൂടെ കാണിക്കാം. അപ്പം ഏറ്റവും വില കുറഞ്ഞ സാധനം മേടിച്ച ആരാണോ അവരാണ് ചെയ്യുന്നത്. വിന്നർ ആണെന്നുള്ളത് അവസാനം നമ്മൾ അറിയത്തുള്ളൂ. അപ്പം അവൾക്ക് കിട്ടിയത് ഈത്തനാണ്. അപ്പം ഈത്തന്റെ ഓരോ അക്ഷരങ്ങൾ വെച്ചുള്ള അവൾ എടുക്കുകയാണ്. ഈ വെച്ചിട്ട് അവൾ എന്താ എടുക്കുക നമുക്ക് നോക്കാം. അടുത്ത ടീ ആണ്. ടോഫി. ഇതെനിക്ക് ചോക്ലേറ്റ് സെക്ഷൻ. നിങ്ങൾ കണ്ടല്ലോ എന്റെ കഷ്ടപ്പാട്. ഞാന് ഈത്തന്റെ ഈ വെച്ച് എഗ്, ടി ഫോർ ടോഫി. അടുത്ത എന്താണ്? എച്ച് അല്ലേ? എച്ച് ഫോർ ഹോട്ട് ചില്ലി ക്രിങ്കിൾസ്. അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഇച്ചാനെ മിക്കവാറും ഇഷ്ടപ്പെടുമായിരിക്കും. ഏസബിക്ക് ഇഷ്ടപ്പെടുമായിരിക്കും. ഇത് ഫസ്റ്റ് എനിക്ക് വന്നതാണ്. ആപ്പിൾ ജ്യൂസ്. ആപ്പിൾ ജ്യൂസ്. A for apple juice. ഓക്കെ. ഇതിന്റെ വലിയ ജ്യൂസ് ഉണ്ടായിരുന്നു, പക്ഷെ വലിയ ജ്യൂസ് എടുത്ത് കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. അതുകൊണ്ട് ഞാൻ ചെറിയ ജ്യൂസ് എടുത്തു. ആൻഡ് ഫൈനലി N4. ഞാൻ ഉപയോഗമുള്ള സാധനങ്ങളാണ് എല്ലാം മേടിച്ചിട്ടുള്ളത്. ന്യൂട്ടല്ല. അപ്പൊ അങ്ങനെ കഴിഞ്ഞു. ഈത്തന്റെ കഴിഞ്ഞു. ETHAN. My name. എലീസയുടെ പേരാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. അപ്പം നമുക്ക് ഓരോ അക്ഷരം എടുക്കാം. അപ്പം 2 പേരെ നോക്കിയ പോലെ തന്നെ E4. ഇച്ചാന് ഞാൻ എഗ് എനിക്ക് 6 എണ്ണം ഉള്ളതാണോ? നമ്മള് സെയിം എഗ് ആണോ മേടിച്ചത്? എനിക്ക് അറിയത്തില്ല. ചിലപ്പോ റേറ്റിന് വ്യത്യാസം വരും കേട്ടോ. L4 എന്താണ് മേടിച്ചത്? ഞാൻ കണ്ടു. എന്താ മേടിച്ചത്? L4 ലെമൺസ് ആണ് മേടിച്ചത്. ഓക്കെ, അടുത്ത ഐ വെച്ചിട്ട് എന്താ? എനിക്ക് തോന്നി ഐസ്ക്രീം. ഈ ഐ വെച്ച് ഇത്രയും ഇച്ച മേടിച്ച് വെച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞ ഇച്ചാന്റെ ഇതാണ്. ആര് ജയിക്കും നിങ്ങൾക്ക് തോന്നുന്നു ഇതുവരെ ഉള്ളതില്? I കഴിഞ്ഞു. ഇസഡ് കുറച്ച് സർപ്രൈസ് ആയിട്ട് ഇരിക്കട്ടെ. ഇത് ചീറ്റിംഗ് ആട്ടോ. A ആണ് ഞാൻ കാണിക്കുന്നത്. എലീസയുടെ അവസാനത്തെ അക്ഷരം A4. ഞാൻ ആപ്പിൾ മേടിച്ചു, അവിടെ ആപ്പിൾ ജ്യൂസും മേടിച്ചു. അത് എന്റെ റേറ്റ് കൂടുതലാ. അപ്പോ ലാസ്റ്റ് ഇസഡ്. ഒരു ഐറ്റം ഏറ്റവും വില കുറയ്ക്കുകയും ചെയ്യാം. സ്ലോട്ടി നൂഡിൽസ് ആണ്. സ്ലോട്ടി. അപ്പൊ ഇച്ചാനാ വിന്നായത് എനിക്ക് തോന്നുന്നേ. ഓക്കെ, ബില്ലെടുക്കാം നമുക്ക്. ഓക്കെ, ഫൈനലി റിവീലിംഗ് ദ ബിൽ. ഓക്കെ, ആരെ ബില്ലെടുക്കുന്ന ഏറ്റവും വില കുറഞ്ഞ ആക്കണോ അവരാണ് ജയിക്കണേ. വിന്നർ. അപ്പൊ ഫൈനലി നോക്കാം. എന്റെ ബില്ല് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇച്ചാന്റെ ബില്ല് എടുത്ത് വെക്ക്. അറ്റ് ടൈം കാണിക്കാട്ടോ. അല്ല വന്നതില്ല. ആദ്യമേ അവളുടെ ബില്ലടിക്ക് റിവീൽ ചെയ്യണേ. അപ്പൊ അനുസരിച്ച് നോക്കാം എത്ര കൊണ്ടായി. £10.45 ആയി. പക്ഷേ എന്റെ ക്ലബ് കാർഡ് യൂസ് ചെയ്ത സമയത്തിന് എനിക്ക് കിട്ടിയത് £8.42. അത് പണിപ്പാണ്. എനിക്ക് ക്ലബ് കാർഡ് യൂസ് ചെയ്തിട്ട് എന്റെ യൂസ് ചെയ്തത് എന്റെ ക്ലബ് കാർഡ്. അതൊന്നും പറഞ്ഞില്ല. ഞാൻ ക്ലബ് കാർഡ് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ എന്നാലും പറയാ എന്തായാലും ഇതിനെക്കാളും കുറവാണ്. 8.42. എനിക്ക് തോന്നുന്നു ഇച്ചാനാ വിൻ ചെയ്തേന്ന്. അപ്പം ഗൈസ് എന്തായാലും നമ്മുടെ എന്താ പറഞ്ഞ പിന്നർ നമുക്ക് ഇപ്പൊ തന്നെ മനസ്സിലായി. ഇല്ല, ഇച്ചാനാ 6.93. എനിക്ക് തോന്നി ബിക്കോസ് ഞാൻ കണ്ടു ഈ സാധനങ്ങൾക്ക് ഇച്ചാന്റെ ആപ്പാട വരെയുള്ള എന്തോ. ഇച്ചാന്റെ ഐസ്ക്രീമിന് ഇച്ചാന്റെ ഏറ്റവും കോസ്റ്റ്ലി ഐറ്റം ഐസ്ക്രീമാ. അതിന് 2.65. ജയിച്ചിരിക്കുന്നു.
ബക്കറ്റ് ഫാമിലിയുടെ ആദ്യത്തെ ചാലഞ്ച് ആയിരുന്നു അത്. ഞാൻ രണ്ടാമത്തെ ചലഞ്ച്. ആദ്യത്തെ ചലഞ്ച് എന്തായിരുന്നു? എന്തായിരുന്നു? ഫിഷിംഗ്. അതിനെ ഞാൻ ജയിച്ചു. അത് ഷോർട്ട് അത് പറ്റത്തില്ല. അത് ഞാൻ വിട്ടുതരത്തില്ല. സെക്കൻഡ് ചാലഞ്ചിന് അൺഫോർച്ചുനേറ്റ്ലി ഡേവിസ് കൊണ്ടുപോയി. ബട്ട് ഇറ്റ്സ് ഫൈൻ, നമുക്ക് ഇനിയും ചലഞ്ചസ് വരുന്നുണ്ട്. സോ ഞങ്ങളുടെ ചാനലിൽ ട്യൂൺ ചെയ്തിരിക്കുക. പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇനി ഇതേപോലെ ചാലഞ്ച് ഞങ്ങൾ വരുന്നതായിരിക്കും. ടാറ്റാ. Take care, stay blessed, guys. Like and subscribe. Hey.